ഹലോ, വെൽക്കം ടു വാച്ച് യുവർ സ്റ്റോറി. ഇത് വിദ്യയാണ്. ഏതായാലും സ്പ്രിംഗ് ആയില്ലേ, അപ്പോൾ ഒരു ഗാർഡൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മുടെ തുടക്കവും അവിടെ നിന്ന് ഇവിടം വരെയുള്ള ജേണിയും. ഞാൻ ഇത് പുറത്തുനിന്ന് എടുക്കണമെന്നൊക്കെ വിചാരിച്ചാണ്. കുറേ പൂവൊക്കെ പൂത്തു തുടങ്ങി, പക്ഷേ ഭയങ്കരമൊക്കെ തണുപ്പും കാറ്റും. അപ്പോൾ അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ പൂത്ത് നിൽക്കുന്ന ഡാഫഡിൽസ് ഏതായാലും കുറച്ച് പറിച്ചു വെച്ചു. വെള്ള ഡാഫഡിലിന് നല്ല മണമാണ്. മിക്ക വെള്ള ഡാഫഡിലും അങ്ങനെയാണ്, എന്താ എനിക്കറിയില്ല. ബട്ട് ഇതാണ് നമ്മുടെ ഇപ്പോൾ പുറത്ത് പൂത്ത് നിൽക്കുന്ന ഡാഫഡിൽസ്. ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, പല ആൾക്കാരും എന്നോട് ഗാർഡൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കാറുണ്ട്. ഞാൻ പണ്ടൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, എന്താ ഡീറ്റെയിൽ ഓരോ പ്ലാൻസിനെ പറ്റിയിട്ടും എങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്യേണ്ടതെന്ന്. ബട്ട് വാട്ട് ഐ വോണ്ട് ടു എംഫസൈസ് ഇൻ ദിസ് വീഡിയോ is that gardening is a learning process. നമ്മൾ മനുഷ്യർ കാലത്തിനനുസരിച്ചിട്ട് ഇവോൾവ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ഗാർഡനും ഇവോൾവ് ചെയ്യും. ആൻഡ് യു മേക്ക് മിസ്റ്റേക്സ്. ചിലപ്പോൾ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം മിസ്റ്റേക്ക്, ചിലപ്പം ജസ്റ്റ് ദ പ്രോസസ് ഓഫ് ദ ഗാർഡൻ മെച്ചുറിങ് അതുകൊണ്ടുണ്ടാവുന്ന അപാകതകളായിരിക്കാം. ബട്ട് യു വിൽ ലേൺ സംതിങ് ന്യൂ എവറി സിംഗിൾ സീസൺ. അത് ഗ്യാരണ്ടീഡാണ്. ഗാർഡനിങ്ങിന് വേറൊരു കാര്യം കൂടി വേണം, പേഷ്യൻസ്. അതിൽ കുറുക്ക് വഴി എന്താ വെച്ച് കഴിഞ്ഞാൽ, യു ക്യാൻ ബൈ ഓൾറെഡി ഗ്രൂൺ പ്ലാന്റ്സ് ആൻഡ് പ്ലാന്റ് ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷന്. ആക്ച്വലി എൻ്റെ ഫ്രണ്ട് യാർഡിൽ 70% ഓഫ് ദ പ്ലാന്റ്സ് ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷനാണ് ഞാൻ ചെയ്തേക്കുന്നത്. അത് വളരെ കുറച്ചേ വിത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് വിൻറ്റർ സോ ചെയ്തിട്ടും ഡിവൈഡ് ചെയ്തിട്ടുള്ളൂ. വേറാസ് മൈ ബാക്ക് യാർഡ് ഇസ് കംപ്ലീറ്റ്ലി ദി ഓപ്പോസിറ്റ്. ഇവിടെ ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, പെരീനൽസ് വാങ്ങിച്ചു വെക്കുമ്പം ദേ ബിക്കം ബിഗർ വിത്ത് ഈച്ച് ഇയർ. അപ്പം നമുക്ക് ചിലപ്പം വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന ബുദ്ധിമുട്ടായിരിക്കാം. ചിലപ്പം സം പ്ലാന്റ്സ് ലവ് ദെയർ കണ്ടീഷൻ ദാറ്റ് ദേ ഡു ടു വെൽ. അതനുസരിച്ചിട്ട് നമ്മുടെ ഗാർഡനും ചേഞ്ച് ചെയ്യണം. ഇറ്റ്സ് നോട്ട് ലൈക്ക് വൺസ് യു സെറ്റ് യു ക്യാൻ ഫർഗെറ്റ് അബൌട്ട് ഇറ്റ്. അങ്ങനെയല്ല, ദ ഗാർഡൻ ഗ്രോസ് വിത്ത് യു. ആ ഒരു കോൺസെപ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ വീഡിയോ. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പോൾ നമ്മൾ 2010 ഈ വീട്ടിലേക്ക് മൂവ് ചെയ്ത് സമ്മർ സമയത്ത്. അപ്പത്തെ ഫോട്ടോ ആണിത്. ആസ് യു ക്യാൻ സീ, വി ജസ്റ്റ് ഹാഡ് ദ ബേസിക് ബിൽഡർ ലാൻഡ്സ്കേപ്പിംഗ്. ബേസിക് ബിൽഡർ ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില ബിൽഡേഴ്സ് ആർ ആക്ച്വലി റിയലി നൈസ് അബൌട്ട് ഇറ്റ്. ദേ പ്രൊവൈഡ് shrubs and trees. നമ്മുടെ ബിൽഡർ സ്ട്രിക്ട്ലി ബേസിക് ലാൻഡ്സ്കേപ്പിംഗ് തന്നെയായിരുന്നു. ചെറിയ എവർഗ്രീൻ മരങ്ങളുണ്ടായിരുന്നു, ആസ് യു ക്യാൻ സീ 2 കോർണറിലും. പിന്നെ അതേ മുമ്പിൽ തന്നെ കാണുന്ന ഒരു മരം, അത് ബിൽഡർ തന്നാണ്. അതൊരു മാഗ്നോളിയ ആണ്. ഇറ്റ്സ് നോട്ട് ദെയർ എനിമോർ. പിന്നെ കുറെ ടിപ്പിക്കൽ അസീലിയം, ബാർബറി ബുഷസ്, പിന്നെ കുറച്ച് എവർഗ്രീൻ, ലോ ഗ്രോയിങ് എവർഗ്രീൻസ് ആണ് തന്നിരുന്നത് കേട്ടോ. 2011 ആയപ്പം ബൈ ദ ടൈം ദേ ഫിനിഷ്ഡ് കൺസ്ട്രക്ടിങ് അവർ ഹോൾ സെക്ഷൻ, നമ്മുടെ കമ്മ്യൂണിറ്റി മുമ്പിലതേ ഈ മേപ്പിൾ മരം വെച്ചു. ഇത്ര ചെറിയ മരമായിരുന്നു. അപ് ടു ദിസ് പോയിന്റ് വി ഹാഡ് നോട്ട് ടച്ച് ദ ഫ്രണ്ട് യാർഡ് അറ്റ് ഓൾ. വൺ തിങ് you guys should notice in this picture is that magnolia tree. അത് ബിൽഡർ വച്ച് തന്നതിനെക്കാട്ടിലും ഭയങ്കര മോശ അവസ്ഥയിലാണ് ആ ട്രീ നിൽക്കുന്നത്. എന്താ ഇഷ്യൂ നമുക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. We were doing all the right things, yet that tree was deteriorating. പിന്നെ ബാക്കിൽ ഉണ്ടായിരുന്ന ബാർബറി ബുഷസുകളും എല്ലാം നന്നായിട്ട് ഓവർഗ്രോൺ ആയി. ബാർബറി എന്ന് പറഞ്ഞാൽ മെറൂൺ കളർ ചെടിയാണ് ഈ പറയുന്നത്. അതിന്റെ ബാക്കിലാണ് ഉണ്ടായിരുന്നത് അസീലിയ. ആ കുറച്ച് വെള്ളപ്പൂക്കൾ പോലെ ബാക്കിൽ കാണുന്നുണ്ട്. ആ സ്റ്റോണിന്റെ അഗേൻസ്റ്റ് ആ അസീലിയ വാസ് ലുക്കിംഗ് സോ സാഡ്. അസീലിയ ഇങ്ങനെയല്ല നിൽക്കേണ്ടത്, ഡെഫിനറ്റ്ലി ഇങ്ങനെയല്ല നിൽക്കേണ്ടത്. ഇറ്റ്സ് എൻ അങ്കോർ അസീലിയ. അപ്പം ഫോർ സ്പ്രിംഗിലും സമ്മറിലും പൂക്കേണ്ട അസീലിയാണ്. പക്ഷെ സമ്മറിൽ കുറച്ച് അതുപോലെ കുറച്ച് പൂവുണ്ടാവും, സ്പ്രിംഗിൽ ഒരു തരി പൂവില്ല. അങ്ങനത്തെ ഒരു കണ്ടീഷനായിരുന്നു നിന്നിരുന്നത് കേട്ടോ. കണ്ടോ, ഫസ്റ്റ് സൈഡിലെ അസീലിയ വാസ് സോ ബാഡ്. ഈ ഒരു സിറ്റുവേഷനിൽ വി ഫെൽറ്റ് ദാറ്റ് സംതിങ് വാസ് റോങ് വിത്ത് ദീസ് പ്ലാന്റ്സ് ബിക്കോസ് വി വർ ടേക്കിംഗ് കെയർ ഓഫ് എവറിഥിങ് ടു ദ ബെസ്റ്റ് ഓഫ് അവർ എബിലിറ്റീസ്, യെറ്റ് ദ പ്ലാന്റ്സ് വർ ഡൂയിങ് പൂർലി. ആ ഒരു സ്റ്റേജിൽ നമ്മൾ ഒരു ലാൻഡ്സ്കേപ്പിംഗ് കൺസൾട്ടേഷൻ നടത്താമെന്ന് വിചാരിച്ചു. ആ ലോക്കൽ നഴ്സറി had an offer for I think $50. They would do a landscaping consultation with a landscape designer. We had a very good experience with the landscape designer, and then what we learned from her was that Azealia needs shade. Our front yard is west facing and it was pretty open at that time. ഫുൾ ഹോട്ട് സൺ ആ അസീലിയമ അടിച്ചിട്ടാണ് അതിങ്ങനെ ഉണങ്ങി വരണ്ട് നിൽക്കുന്നത്. അതേപോലെ തന്നെ ദ മഗ്നോളിയ ട്രീ ഷീ സെഡ് വാസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ എൻ ഓപ്പൺ സ്പേസ്. ദാറ്റ് മഗ്നോളിയ പ്രിഫേഴ്സ് എ പ്രൊട്ടക്റ്റഡ് സ്പോട്ട്. അപ്പോൾ അവർ നമ്മളോട് പറഞ്ഞു ഇത് ഇവിടുന്ന് മാറ്റിയിട്ട് സൈഡിലേക്ക് മാറ്റാനായിട്ട്. അങ്ങനെ പല യൂസ്ഫുൾ ഇൻഫർമേഷൻ നമുക്ക് അവരുടെ നിന്ന് കിട്ടി. ഷീ ഓൾസോ ഹെൽപ്ഡ് us reuse a lot of the existing plants. അവർ റെക്കമെൻഡ് ചെയ്ത ചേഞ്ചസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആഫ്റ്റർ പിക്ചർ ആണിത്. ഇത് 2012 നമ്മൾ ചെയ്തത്.
മുമ്പിൽ രണ്ട് സൈഡിലും നിറച്ച് വൈറ്റ് ഡ്രഫ്റ്റ് റോസ് വെച്ചു. ആ ബാർബറി ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് മാറ്റി. റൈറ്റ് സൈഡിൽ ക്രേപ്പ് മെർട്ടിലും വെച്ചു. ആ മെഗ്നോളിയ മാറ്റിയ സ്പോട്ട് കാണുന്നില്ലേ ലോണിൽ, ആ വട്ടത്തില് ഗ്രാസ് വേറെ കളർ ഇരിക്കുന്നത്, അതാണത്. 2013 we didn't do anything, we just waited for the plants to grow and fill out in the space. 2014 this is how the front yard looked like. The white drift roses filled out the space. റോസും കുറച്ച് സാലിയ ഉണ്ടായിരുന്നു. ആ ക്രേപ്പ് മെർട്ടിൽ was still small. അത് കാരണം ഒരു ഉംഫ് ഉണ്ടായിരുന്നില്ല. So my mom when she was visiting suggested to add the red impatiens. നാട്ടിലെ ബോൾസ് എന്ന് പറയുന്നത്, and that literally popped the whole landscape. അപ്പോൾ നമ്മൾ അതേ പ്ലാൻ തന്നെ we continued in 2015. I don't have a picture for it, but we really love those impatiens. 2016 Biju came up with an idea of expanding the front bed. അത് കേട്ടപാടി I jumped on the chance because I could add more plants. അങ്ങനെ നമ്മൾ തന്നെ എക്സ്പാൻഡ് ചെയ്തു ഫ്രണ്ടിലത്തെ ബെഡ്. നമ്മൾ ലോൺ മൂവ് ചെയ്യുന്ന ആളോട് തന്നെ പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്തത്. കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഡ്രിഫ്റ്റ് റോസിനെ ഇതിന്റെ നടുക്ക് വെച്ചു. ബാക്കി എൻ്റെ വിഷ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന കുറെ പ്ലാന്റ്സ് ആഡ് ചെയ്തു. ദോസ് were peonies and a couple of other carpet roses. Red was my favorite color, so I added more red. അങ്ങനെ 2016 ഇങ്ങനെ ചേഞ്ച് വന്നു. Within 2 months the view started looking very different, as you can see in this picture. കുറേശ്ശെ ബെഡ് ഫിൽ അപ്പ് ചെയ്യാൻ തുടങ്ങി. നട്ടത് മെജോറിറ്റി പെരീനിയൽസ് ആണ്. You can see some of the annuals for pops of color. 2017 the bed really started filling in. പിയനിയൊക്കെ നന്നായി വളർന്നു. ദിസ് ഇസ് ലേറ്റ് സ്പ്രിംഗ്. നിറച്ചു പൂവായിരുന്നു. ഏതെങ്കിലും സമയത്ത് ഈ ബെഡിൽ പൂക്കൾ ഇല്ല അല്ലെങ്കിൽ കളർ കുറവാണെന്ന് കഴിഞ്ഞാൽ ഐ ഡു സം റിസർച്ച്. ഐ ലുക്ക് ഫോർ പ്ലാന്റ്സ് ഇൻ എ സർട്ടൻ കളർ ദാറ്റ് ബ്ലൂം ഡ്യൂറിംഗ് ദാറ്റ് സ്പെസിഫിക് ടൈം ആൻഡ് ദെൻ ഐ ഗോ ഹെയർ ആൻഡ് പ്ലാന്റ് ഇറ്റ്. അങ്ങനെയാണ് ഈ ഏലിയം ഈ കാണുന്നില്ലേ അതൊക്കെ നട്ടത്. ലാന്റാന, വെർബീന, അങ്ങനത്തെ കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു ആ കൊല്ലം. ബിക്കോസ് ദ പെരീനിയൽസ് വെർ ടേക്കിംഗ് സം ടൈം ടു ഫിൽ അപ്പ് ദ ബെഡ്. ഈ കളർ ഇല്ലാത്ത സ്പോട്ടുകളൊക്കെ ആനുവൽ വെച്ചിട്ട് ഫിൽ ചെയ്തിരുന്നു. ക്രേപ്പ് മെർട്ടിൽ കുറേശ്ശെ വലുതായി വരുന്നുണ്ട്. ഞങ്ങൾ 2017 സമ്മറിൽ UK പോയി. അവിടുത്തെ ഗാർഡനൊക്കെ കണ്ടിട്ട് ഭയങ്കര ഉഷാറായിരുന്നു. 2018 എനിക്ക് സ്പ്രിംഗ് തുടങ്ങിയപ്പം ആ ഉഷാറിൽ ഞാൻ കുറെ ചെടി മുമ്പിൽ കൊണ്ടുപോയി നട്ടു. ഈ മെക്സിക്കൻ പ്രിംറോസ് അതിൽപ്പെട്ട ഒരെണ്ണമാണ്. ഐ ഡിഡ്ന്റ് നോ ഇറ്റ് വിൽ സ്പ്രെഡ് ദിസ് മച്ച്. ഐ ഹാഡ് അനദർ അഡിഷൻ വിച്ച് വാസ് ദിസ് ലൈലാക്. ഇറ്റ്സ് എ വെരി സ്ലോ ഗ്രോയിങ് ലൈലാക്. അത് കാരണം ആണ് മുമ്പിൽ കൊണ്ടുപോയി നട്ടത്. പെട്ടെന്ന് എനിക്ക് വലിയൊരു മരം അവിടെ വേണ്ടായിരുന്നു. ബുദ്ധന് അതിന്റെ ഷെയ്ഡ് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നുള്ള അതുകൊണ്ടാണ് അവിടെ നട്ടത്. 2018 the roses started taking off like crazy. ഈ റോസസ് ഞങ്ങൾ നട്ടത് 2012 ഞാൻ ഒരിക്കലും ഈ റോസുകളെ പ്രൂൺ ചെയ്തിട്ടേ ഇല്ല. അതിന്റെ സൈസ് പ്രൂൺ ചെയ്യാത്ത കാരണം സൈസ് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്തു. അതിന്റെ ഈ 2018 ആയപ്പം ഐ തിങ്ക് ഇറ്റ് വാസ് ഓൾമോസ്റ്റ് അറ്റ് ഇറ്റ്സ് പീക്ക് ബ്ലൂം. നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. ദ ബെഡ് വാസ് ടേക്കൺ ഓവർ ബൈ ദീസ് വൈറ്റ് ഡ്രിഫ്റ്റ് റോസസ്. അതിന്റെ കൂടെ ആ റെഡ് carpet rose also was trying to put on a show. കുറേശ്ശെ എല്ലാത്തിൻ്റെയും മെച്ചൂരിറ്റി സൈസ് ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു പ്ലാന്റ്സ്. This is the year after 2019, which I think so far was the best year for my front garden. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് look at the peonies. അതൊരു ട്രിപ്പിൾ ഐ സൈസ് അതിന്റെ. പിന്നെ the roses. I like to say that this was their goodbye show because I lost them after this year. Unfortunately, towards the end of the year, I realized that 3 of those roses had rose rosette virus. Again, ഇതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. എൻ്റെ പണ്ട് ഇംഗ്ലീഷ് ചാനലാണ് ഇട്ടേക്കുന്നത്. അതിലേക്ക് ഞാൻ ലിങ്ക് ചെയ്യാം. വൈറസ് വന്നു കഴിഞ്ഞാൽ you have no other option. You have to pull the rose out from there. 2020, you can see the peonies. Again, they became really big. Peony is a very long-lasting plant. They survive for 40 to 50 years. അപ്പം with each year they become bigger and bigger. ആ റോസൊക്കെ പറിച്ചു കളഞ്ഞാണ് ഈ കാണുന്നത്. My bed started changing. I replaced those roses with bobo hydrangeas. ഇതും പുതിയ പെരീനിയലാണ്. അപ്പം ഇതിനും കുറച്ച് സമയം എടുക്കും എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട്. ഒരു സൈഡിലെ റോസ് മാത്രമേ എനിക്ക് പോയുള്ളൂ. മുമ്പിലത്തെ ബെഡിന്റെ അവിടെ ഉണ്ടായിരുന്ന റോസിനും ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല ആസ് ഓഫ് ദൻ. എനിക്കൊന്ന് 2020 I started doing garden tours every month. So if you want to see how the garden was changing, I'll add the link to the monthly tours in the description. 2020 September ആയപ്പോഴേക്കും colors were different. Like I said, I'll have something blooming throughout the season. Something മാത്രമല്ല, the whole bed has to be full of color. അത് കാരണം ഇവിടെ black eyed Susans are doing the job. ഇവിടുത്തെ ചെടികളുടെ സൈസ് ഒക്കെ വലുതായോണ്ട് in late 2020 we increased the size of the bed by a foot. അങ്ങനെ ഒരു അഡീഷൻ അത്യാവശ്യമായിരുന്നു to keep the proportions right of the plant size and the bed size. വേറൊരു കാര്യം നമ്മൾ ഗാർഡനിങ്ങിൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സ്റ്റാർട്ട് ഔട്ട് ചെയ്ത കണ്ടീഷനുകളായിരിക്കില്ല. ആഫ്റ്റർ ഫ്യൂ ഇയേഴ്സ് ആസ് ട്രീസ് മെച്യൂർ യുവർ ലൈറ്റിംഗ് ചേഞ്ചസ്. ഈ ഒരു പിക്ചറിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ആ മേപ്പിൾ ട്രീ എത്ര വലുതായി. ദ canopy is so huge that you cannot see the house from the front. Canopy അത്ര ആയതിന്റെ അർത്ഥം it's giving that much shade. അപ്പോൾ എൻ്റെ പഴയ വെസ്റ്റ് ഫേസിംഗ് ഫുൾ സൺ ബെഡ് ചേഞ്ച് ടു പാർട്ട് സൺ ആൻഡ് ആക്ച്വലി ഇൻ സം പ്ലേസസ് ഫുൾ ഷെയ്ഡ്.
അപ്പോൾ some of the hostess that were doing poorly started doing fine because of the shade. അതേസമയം വെളിച്ചം ഇഷ്ടമുള്ള കുറെ ചെടികൾ I lost that yellow coreopsis, I lost summer allium. അങ്ങനെ കുറച്ച് ചെടികൾ സൺലൈറ്റ് കുറവായതുകൊണ്ട് പോയി. അപ്പോഴേക്കും ഞാൻ ഐറിസസ് ആഡ് ചെയ്തിരുന്നു കുറെ. ആ ഐറിസ് ഒക്കെ കുറേശ്ശെ വലുതാവാൻ തുടങ്ങി. I started dividing the irises also and planting it in different places in the bed. ആ പ്രിംറോസിനെ സ്പ്രെഡ് ചെയ്യുന്ന കാരണം ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്ത് വെച്ചിട്ട് ചില സെക്ഷനിലേക്കായിട്ട് നിർത്തിയേക്കായിരുന്നു. 2021 വേറെ ഇഷ്യൂ ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ലോസ്റ്റ് ദ റിമൈനിങ് റോസസ്. 2 വൈറ്റ് കാർപ്പറ്റ് റോസും റെഡ് കാർപ്പറ്റ് റോസും റോസോസെറ്റ് വൈറസ് വന്നിട്ട് ഐ ഹാഡ് ടു ഡിഗ് എവറിത്തിങ് ഔട്ട്. ആ സ്പേസുകൾ ഭയങ്കര എംപ്റ്റി സ്പേസ് ആയി പോയി. അപ്പൊ അത് ഫില്ലപ്പ് ചെയ്യാനായിട്ട് പിന്നെയും ചെടി ആഡ് ചെയ്തത് 1 മോക്ക് ഓറഞ്ച് ആൻഡ് എ കപ്പിൾ ഓഫ് ഹൈഡ്രേഞ്ചിയസ്. 2021 സമ്മർ നോക്കുകയാണെങ്കിൽ അവിടെ റോസ് ഇല്ലാത്തതിന്റെ കുറവ് ശരിക്കും കാണാൻ പറ്റുന്നുണ്ട്. ആ ഹൈഡ്രേഞ്ചിയ നമ്മൾ കഴിഞ്ഞ കൊല്ലം നട്ടത് കുറേശ്ശെ പിക്കപ്പ് ചെയ്യാൻ തുടങ്ങി. April 2022 I added more peonies to fill up the empty space left by the roses. അപ്പൊ ആ പിയണിയൊക്കെ കുറേശ്ശെ പൂക്കാൻ തുടങ്ങിയതാണ് ഈ ബുദ്ധന്റെ അപ്പുറം കാണുന്ന പുതിയ പിയണികൾ. ആ റോസുകൾ ഫില്ലപ്പ് ചെയ്ത പോലെ ഈ ബെഡ് ഫില്ലപ്പ് ആവണ്ടായിരുന്നില്ല അപ്പോഴും. സോ ഐ കെപ്റ്റ് ആഡിങ് ആനുവൽസ് ഹിയർ ആൻഡ് ദേർ ആസ് വെൽ. ഈ പിയണീസ് സ്റ്റാർട്ടഡ് ബിക്കമിങ് റിയലി ഹ്യൂജ്. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോസിന്റെ എംപ്റ്റി സ്പേസ് ഫില്ലപ്പ് ചെയ്യാനായിട്ട് ദ പെരീനിയൽസ് ദാറ്റ് ഐ ആഡഡ്, ദർ വാസ് എ ഗോറ, ദർ വാസ് പെൻസ്റ്റബൺ, അങ്ങനെ കുറെ ചെറിയ ചെടികൾ വെച്ചിട്ട് ഞാൻ ഫില്ലപ്പ് ചെയ്യാൻ നോക്കിയിരുന്നു ആ റോസുകളുടെ ഗ്യാപ്പ്. അതൊക്കെ വലുതാവാൻ തുടങ്ങി. ആൻഡ് ആക്ച്വലി ഇൻ 2023 ആഫ്റ്റർ സ്പ്രിംഗിൽ വലിയ കുഴപ്പമില്ല. I think the best time for this bed is May and June. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ things start looking overgrown. എന്റെ പേഴ്സണൽ ഫീലിംഗ് ആണ്, എന്റെ ഫാമിലിയുടെയും ഫീലിംഗ് അതാണ്. മുമ്പിൽ കാടായി എന്ന് ഭയങ്കര കംപ്ലൈന്റ് ആണ്. ജൂണിലും വലിയ കുഴപ്പമില്ല ബിക്കോസ് ലിലീസ് ആർ ഓൾസോ ഡൂയിങ് ദെയർ തിങ്. ഇവിടെ ലാവൻഡർ നട്ടു, അത് ഞാൻ പറയാൻ മറന്നുപോയി, ചുവന്ന റോസിന്റെ ഗ്യാപ്പ് ഫില്ലപ്പ് ചെയ്യാനായിട്ട്. ബട്ട് വാട്ട് ഹാപ്പൻഡ് വാസ് ബോത്ത് ദ റെഡ് റോസസ് കെയിം ബാക്ക്. അതിന്റെ റൂട്ടുകൾ നമ്മൾ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തില്ല എന്ന് തോന്നുന്നു. അത് കാരണം അത് രണ്ടും റൂട്ടിൽ നിന്ന് വന്നു. താങ്ക്ഫുള്ളി അതിന് രണ്ടിനും സോ ഫാർ റോസറ്റ് വൈറസ് ഇല്ല. By fall it really looks overgrown as you can see in this picture. മൊത്തം കാടായി. ആ പിങ്ക് പൂവ് കാണുന്നുണ്ടോ, അത് ഗോര എന്നാ പറയുന്നത്. അത് ഭയങ്കര വലിയ ബുഷായി പോയി. അവിടെയാണ് നമ്മളിപ്പോ വന്ന് നിൽക്കുന്നത്. ഇത്രയും കൊല്ലത്തിനിടയിൽ ഈ ഒരു സ്പേസ് എങ്ങനെയൊക്കെ മാറി അല്ലെ. എംപ്റ്റി സ്ഥലത്തുനിന്ന് ശരിക്കും കാടായി. അപ്പൊ ബേസിക്കലി ഞാൻ പറഞ്ഞു വന്നത് ഇക്കൊല്ലം ഞങ്ങളുടെ ഫ്രണ്ട് യാർഡിൽ I am not going to add anything new. Instead, I'm actually going to take things out. And the main goal is, by the end of the season, my garden doesn't look like it's out of control. ആ ഒരു ഓവർഗ്രോൺ ലുക്ക് നിന്ന് മാറ്റി കുറച്ചും കൂടി മാനിക്യൂർഡ് ലുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ബിക്കോസ് മൈ പ്ലാന്റ്സ് have grown so big, I have to pare things down. അപ്പോൾ അതാണ് ഇക്കൊല്ലത്തെ ഫ്രണ്ട് യാർഡിന്റെ പ്ലാന്. അപ്പോൾ ഹോപ്പ്ഫുള്ളി ദിസ് വീഡിയോ വാസ് ഹെൽപ്ഫുൾ ടു അറ്റ്ലീസ്റ്റ് സം ഓഫ് യു. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ്. അതുമല്ല നിങ്ങളുടെ ഗാർഡൻ ജേർണി, നിങ്ങളെ ഗാർഡൻ എത്ര നിങ്ങൾ മാറ്റിയിട്ടുണ്ട് അതും നിങ്ങൾ ഷെയർ ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച വേറെ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.